ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണക്ക ചെമ്മീൻ വെച്ചിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടൊരു റെസിപ്പി ആയിട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊരു കന്നഡ ചാനലിൽ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ സാധാരണ ഈ ഉണക്ക ചെമ്മീൻ ചക്കക്കുരൊക്കെ ഇട്ടിട്ട് കറി വെക്കും, അല്ലാന്നുണ്ടെങ്കിൽ ചമ്മന്തി ആക്കിയിട്ട് ചമ്മന്തി പൊടി ആക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ അല്ലാതെ വേറൊരു പ്രത്യേക ഒരു റെസിപ്പി കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ട് റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ആ ഒരു ഉണക്ക ചെമ്മീൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് പിന്നെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു സവാളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റുക. ആ ഒരു ചെമ്മീനിൽ ഉണക്ക ചെമ്മീനാണെങ്കിൽ കുറച്ച് ഉപ്പുണ്ടാവും. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് ഈ ഒരു മസാലയ്ക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ നമ്മൾ പുളി ഉണ്ടല്ലോ, ആ പുളി പിഴിഞ്ഞിട്ടുള്ളത് 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കുടംപുളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ആ ഒരു മസാല ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഇപ്പോൾ ആ ഒരു മസാലപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കൊഞ്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ. ആ ഒരു ഉള്ളിയും അതുപോലെ മുളക് പൊടിയുടെ മസാലയൊക്കെ ആ ഒരു ചെമ്മീനിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് തേങ്ങ ചിരവിയതും അതുപോലെ തന്നെ നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള കുറച്ചധികം തന്നെ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ വെറൈറ്റി ആയിട്ടും ഈസി ആയിട്ടുള്ള ഒരു ഉണക്ക ചെമ്മീൻ്റെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നിങ്ങളിത് ആദ്യമേ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം തേങ്ങയുടെ ഒരു മധുരം, പുളിയുടെ ഒരു പുളിപ്പുണ്ട്, പിന്നെ ഉണക്കമീൻ്റെ ഒരു ടേസ്റ്റ് എല്ലാം കൂടെ ആയിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം.